Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ എവിടെ വരെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എവിടെ വരെ എടുത്തു കഴിഞ്ഞ ക്ലാസ്സില് 4 P's of മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തില്ലേ? എവിടെ വരെയാണ് എടുത്തതെന്ന് കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്താണ് റിപ്പയർ ചെയ്യാതെ? ആരും ഉണ്ടായില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? How to market a hospital 9th point വരെ എടുത്തു. ഓക്കെ, 9th point വരെ ജസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, ട്യൂട്ടോറിയൽ മുതൽ എടുക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പ്രധാനമായിട്ടും നമ്മൾ കടന്നു അല്ലെ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മൾ ആ ഹോസ്പിറ്റലില് ആളുകൾ പേഷ്യൻസ് എല്ലാവരും വരാനായിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലെ? അവരുടെ ആ ഒരു സ്ട്രാറ്റജി മുതലായ കാര്യങ്ങൾ പലതരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ അല്ലെ, പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ അവിടേക്ക് അട്രാക്ട് ചെയ്ത് വരുത്തുന്നതിന് വേണ്ടി അല്ലെ, അവരുടെ ആ ഒരു ജേർണി അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ടിരിക്കണം. അവർ എന്തൊരാവശ്യം, അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരാവശ്യം വന്നാലും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കണം അവർ സമീപിക്കേണ്ടത്. അങ്ങനെ അവരെ എൻഗേജ്ഡ് ആയി നിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സാധ്യമല്ല അല്ലെ? എപ്പോഴും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പരോക്ഷമായ രീതിയിലാണ് നമുക്ക് മാർക്കറ്റിംഗ് സാധ്യമാവുന്നത്. കാരണം എന്താ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രി ഭാഗമാണ് അല്ലെ? ഒരു സർവീസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സാധ്യമല്ല. മറിച്ച് നമുക്ക് എന്താ, ഓരോ ഹോസ്പിറ്റലിലെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്ടുകളെ അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ വെച്ച് നമുക്ക് ഹോസ്പിറ്റലില് ഇൻഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം അല്ലെ? അതിലൊരു 9 മാർക്കറ്റിംഗ് ടെക്നിക് ആയിരുന്നു നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയി അല്ലെ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? അഡ്വർട്ടോറിയൽ പറഞ്ഞു. രണ്ടാമത്തത് ജോയിനിങ് ഓഫ് ന്യൂ ഡോക്ടർ പറഞ്ഞു അല്ലെ? ദെൻ VIP വിസിറ്റ് പറഞ്ഞു. ദെൻ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. ബ്രാൻഡിംഗ് ഓഫ് സ്റ്റേഷനറീസ് പറഞ്ഞു. മെഡിക്കൽ ക്യാമ്പ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ആസ്ക് യുവർ ഡോക്ടർ ആൻഡ് എഫക്റ്റീവ് സർജറി. ഈ 9 പ്രധാന മാർക്കറ്റിംഗ് ടെക്നിക്കുകളിലൂടെയാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് നടന്നു പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അഡ്വർട്ടോറിയൽ. ഓക്കെ അല്ലോ? ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെ? അഡ്വർട്ടോറിയൽ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് പറയാം, എന്താണ് ഒരു അഡ്വർട്ടോറിയൽ? നമുക്ക് കേട്ട് പരിചയമുണ്ട്, നമുക്ക് അഡ്വർടൈസ്മെന്റ് കേട്ട് പരിചയം ഉണ്ടാവും അല്ലെ? അഡ്വർട്ടോറിയൽ എന്ന് പറയുന്ന വേർഡ് അത്ര ഫെമിലിയർ ആവണമെന്നില്ല അല്ലെ? അഡ്വർട്ടോറിയൽ എന്ന് പറയുന്ന വേർഡ്, അപ്പൊ നിങ്ങൾ ആ ഒരു പിക്ചറിലോട്ടൊന്ന് നോക്കി. ആ പിക്ചർ ക്ലിയർ ആണോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ പിക്ചർ? ഓക്കെ ഓക്കെ, ആ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ. എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ? പേപ്പറില് ഇങ്ങനെയുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള അഡ്വർട്ടോറിയൽസ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള മാറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? ഇതിനെയാണ് നമ്മൾ അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. അതായത് ഇത് ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലെ? എന്നാൽ ഒരു എഡിറ്റോറിയൽ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എഡിറ്റേഴ്സ് ലേഖനങ്ങൾ എഴുതുന്നത് പേപ്പറില്? ലേഖനങ്ങൾ അല്ലെങ്കിൽ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ ലേഖനങ്ങളാണ്. അപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായവരാവാം, വലിയ പത്രത്തിന്റെ പത്രാധിപര് അവരെന്ത് ചെയ്യാറുണ്ട്? ലേഖനങ്ങൾ എഴുതാറുണ്ട് അല്ലെ നമ്മുടെ പേപ്പറില്. അതുപോലെ ഇവിടെ ഇവരെന്ത് ചെയ്യുന്നു? ആ ലേഖനങ്ങളിൽ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള പേപ്പറിലുള്ള ന്യൂസുകൾ, ശരിക്കും ഒരു ന്യൂസ് ആർട്ടിക്കിൾ തന്നെയാണ് അല്ലെ? ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് ആർട്ടിക്കിൾ തന്നെയാണ്. അതായത്
പെയ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ജസ്റ്റ് ജനറൽ ആയിട്ട് മിസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. പൈസ കൊടുക്കണം നമ്മുടെ പത്രക്കാർക്ക്. ഏത് ഇതിലാണോ ഏത് പേപ്പറാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അവർക്ക് നമ്മൾ പെയ്ഡ് ചെയ്ത് പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ശരിക്കും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇത് അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിൽ നിന്ന് കുറച്ചുകൂടി മാറ്റി അല്ലെ. നമുക്ക് ഡയറക്റ്റ് അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഒരു അഡ്വർടൈസ്മെന്റ് ആണെന്ന് തോന്നുകയും ചെയ്യരുത്, എന്നാൽ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും, അതിന്റെ ഫലം കിട്ടുകയും വേണം എന്ന രീതിയിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആ ഒരു ന്യൂസ് പേപ്പറിന് കൊടുക്കുകയും അവരെന്ത് ചെയ്യുന്നു, ഒരു എഡിറ്റോറിയൽ പോലെ അല്ലെങ്കിൽ ഒരു ന്യൂസ് ആർട്ടിക്കിൾ പോലെ, ചിലപ്പോൾ ഒരു ഫുൾ പേജ് ഒക്കെ ഉണ്ടാവും അല്ലെ. ചില കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ ഒരു ഫുൾ പേജ് തന്നെ അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ടുണ്ടാവാം അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഇത്ര ഭാഗത്തേക്ക് ഒരു ഹാഫ് പേജോ അല്ലെങ്കിൽ ഒരു ഫുൾ പേജോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു പിക്ചറിലേക്ക് നോക്കി എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതിന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, ഒരു സാധാ ഒരു അഡ്വർടൈസ്മെന്റ് സ്റ്റൈലാണോ? അല്ല അല്ലെ, ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന്റെ സ്റ്റൈലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ശരിക്കും ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു അഡ്വർട്ടോറിയലില് ഒരു ഹെഡ്ലൈൻ ഉണ്ടാവും അല്ലെ. ഏത് ടോപ്പിക്കാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നെങ്കിൽ അതിന്റെ ഒരു ഹെഡ്ലൈൻ ഉണ്ടാവും, ഒരു ഹെഡിങ് ഉണ്ടാവും അല്ലെ. ഇനി താഴെ കുറെ സബ് ഹെഡിങ്ങുകൾ കാണുന്നില്ലേ അല്ലെ, താഴെ കുറെ സബ് ഹെഡിങ്ങുകൾ ഉണ്ടാവും. പിന്നെ എന്താണ് പ്രത്യേകത, പിന്നെ എന്താണ്, ഇമേജസ് ഉണ്ടാവും അല്ലെ, പിക്ചേഴ്സ് അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഇല്ലേ. പിന്നെ ചില സമയങ്ങളിൽ പല കോട്ടുകളായിട്ടുണ്ടാവും, പല കോട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അഡ്വർട്ടോറിയൽ തയ്യാറാക്കുന്നത്. ഒക്കെയാണ്, മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കാണുമല്ലോ അല്ലെ, പേപ്പറിലൊക്കെ കണ്ടു കാണുമല്ലോ, ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോവാം. അതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇങ്ങനെ ഒരു അഡ്വർട്ടോറിയൽ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താ? ഇങ്ങനെ ഒരു അഡ്വർട്ടോറിയൽ ഇപ്പൊ നമുക്കറിയാം, ഒരു ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വന്നാൽ നമുക്ക് അത് എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ, കുറച്ചുകൂടി വിശ്വസനീയമാണ് അല്ലെ. ഒരു പേപ്പറിൽ, ഒരു ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വസനീയമല്ലേ സാധാരണ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നതിലും അല്ലെ. അതെ, അപ്പൊ ഇങ്ങനെയൊരു രൂപത്തില്, അതായത് ഒരു അഡ്വർട്ടോറിയൽ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ എന്ന രൂപത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ആ കാണുന്ന ആളുകളില് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഈ പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ആ ഒരു പിക്ചറിൽ കണ്ടോ, ഒരു ഡോക്ടറുടെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പേരും വെച്ചിട്ടുണ്ട്. കണ്ടോ, ശ്രദ്ധിച്ചോ നിങ്ങളത്? ഒരു ഡോക്ടറുടെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പേര്. നമ്മൾ ഈ കാണുന്ന അഡ്വർട്ടോറിയലുകളിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ ആയിരിക്കും ഈ ലേഖനം തയ്യാറാക്കുന്നത്. ആ ഒരു ലേഖനം തയ്യാറാക്കും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് അവരെടുത്തിട്ടുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും കോവിഡ് വന്ന സമയത്തൊക്കെ ഒത്തിരി അഡ്വർട്ടോറിയൽസ് കണ്ടായിരുന്നു നമ്മൾ അല്ലെ. കോവിഡ് വന്ന സമയത്ത് അത് അന്നേരത്തെ ഒരു പ്രധാന പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ഹോസ്പിറ്റലിലെയും ഡോക്ടേഴ്സ് അവർ സ്പെസിഫിക് ആയിട്ട് പറയും, ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന വിഭാഗത്തിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ് എന്ന് പറഞ്ഞല്ലേ അവർ ഇതിൽ പേര് കൊടുക്കുക അല്ലെ. ഏതൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അവർ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയായിരിക്കും അവർ ഇവിടെ എഴുതിയിട്ടുണ്ടാകുന്നത്, എഡിറ്റോറിയൽ തയ്യാറാക്കുക. അങ്ങനെ എഡിറ്റോറിയൽ അങ്ങനെ തയ്യാറാക്കുമ്പോൾ അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു സ്ഥാപനത്തെ കുറിച്ചും ആ ഡോക്ടറെ കുറിച്ചും ഒരു വിശ്വസ്തത അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് തോന്നില്ലേ, അവരോട് ഒരു വിശ്വാസം എന്താണ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നില്ലേ? അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു അഡ്വർട്ടോറിയൽ എന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് മിസ് പറഞ്ഞതാണ് കേട്ടോ. ഒരു അഡ്വർട്ടോറിയൽ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുടെയും ഒരു മിക്സ്. ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യം തന്നെയാണ്, പെയ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ രൂപം കുറച്ച് വ്യത്യസ്തമാണ് മാത്രം. നമുക്ക് നേരിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു എഡിറ്റോറിയൽ രൂപത്തിൽ അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിളിന്റെ രൂപത്തിലാണ് നമ്മളിവിടെ അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് വരുന്ന സമയത്ത് അതിന് ഹെഡിങ്ങുകൾ ഉണ്ടാവും, സബ് ഹെഡിങ്ങുകൾ ഉണ്ടാവും, കോട്ടുകൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, ഇമേജുകൾ ഉണ്ടാവും, ഏത് ഡോക്ടറാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്, ഏത് ഹോസ്പിറ്റലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത് ഉൾപ്പെടുത്തിയായിരിക്കും അവർ ഈ എഡിറ്റോറിയൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള എഡിറ്റോറിയൽ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു സ്ഥാപനത്തെ കുറിച്ചും ആ ഡോക്ടറെ കുറിച്ചും ഒരു വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ
നമുക്കിനി എന്താണ് അഡ്വർട്ടോറിയൽ എന്നതിലേക്ക് കടക്കാം. Okay, this term is a combination of advertisement and an editorial. ഒന്നുണ്ടല്ലോ ചെയ്ത് വെച്ചത് ഈ ഒരു ടേം, അതായത് ഏത് ടേം? അഡ്വർട്ടോറിയൽ എന്ന് പറയുന്ന ടേം എന്തിന്റെ ഒരു കോമ്പിനേഷനിൽ സംയോജനമാണ്? അഡ്വർടൈസ്മെന്റിന്റെ, പരസ്യത്തിന്റെ, അല്ലെ, പരസ്യം, ആൻഡ് എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഒരു ലേഖനം, അല്ലെ, നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ പത്രാധിപർ എഴുതുന്ന ഒരു ലേഖനം ഉണ്ടാവുമല്ലോ, അതിനാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എഡിറ്റോറിയലിന്റെ, ലേഖനത്തിന്റെയും ഈ അഡ്വർടൈസ്മെന്റ്, പരസ്യത്തിന്റെയും ഒരു കോമ്പിനേഷൻ, ഒരു സംയോജനമാണ് അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. ആ പേര് തന്നെ അറിയാം, അല്ലെ, അഡ്വർടൈസ്മെന്റും എഡിറ്റോറിയലും കൂടി കമ്പൈൻ ചെയ്തിട്ട് അഡ്വർട്ടോറിയൽ എന്നാണ് മാറ്റുന്നു. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലെ ആ കോമ്പിനേഷൻ, ഏതൊക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ ആണെന്ന്. Then a new form of merging an advertisement to a short story, finally ending up with the desired result. ഇവിടെ എന്താ പറയുന്നേ? ഇതൊരു പുതിയ രൂപത്തിലുള്ളതാണ്, അല്ലെ, നമ്മൾ നോർമൽ ആയിട്ട് കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റ് രൂപമല്ല, ഒരു പുതിയ രൂപത്തിലുള്ളതാണ്. ഓഫ് മെർജിങ് ആൻ അഡ്വർടൈസ്മെന്റ്, ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യം എന്തിൽ ലയിപ്പിക്കുന്നു? ടു എ ഷോർട്ട് സ്റ്റോറി, ഒരു ചെറുകഥയില്, അല്ലെ, ഒരു കാര്യത്തെ കുറിച്ച് അവർ എഡിറ്റോറിയൽ അങ്ങനെയല്ലേ, ചെറിയൊരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തെ കുറിച്ച് അവർക്കറിയാവുന്ന ഒരു കഥ രൂപേണയോ അല്ലെങ്കിൽ ഒരു എന്താണ് അവർ പറയുന്ന രീതിയിൽ, അല്ലെ, അവരുടേതായ കാഴ്ചപ്പാടുകള്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അവർ എഡിറ്റോറിയലിൽ കൊണ്ടുവരുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് ജനറൽ ആയിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ചെറുകഥയിലേക്ക് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പരസ്യത്തെ ലയിപ്പിക്കുന്ന ഒരു പുതുരൂപമാണ് അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. Bring the genuine patient to our targeted hospital by utilizing their weak point. എന്താണ്? ആ ഹോസ്പിറ്റലില് അവരുടെ വീക്ക് പോയിന്റ്സ് ഇപ്പൊ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ കാണുമ്പോ അത് വായിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ അവർ പറയും, ഇപ്പൊ ഇങ്ങനൊരു രോഗത്തെ കുറിച്ചാണ് അവർ എഴുതുന്നത് വിചാരിക്കുക. അപ്പൊ അവര് കുറെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ മിസ്. അപ്പൊ ഇങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഇന്ന പരിശോധനകൾക്ക് വിധേയമാകണം എന്ന് പറയുമ്പോ അതിൽ ഓൾമോസ്റ്റ് ചില സിംറ്റംസ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, അല്ലെ, നമുക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ക്യാൻസറിന്റെ ഒക്കെ സിംറ്റംസ് ഒക്കെ കാണുമ്പോ ചിലത് വായിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ഇത് നമുക്കുണ്ടോ? എനിക്കും ഈ സിംറ്റം ഉണ്ടല്ലോ എന്ന് തോന്നാറില്ലേ? നിങ്ങൾക്ക് തോന്നിട്ടില്ലേ? തോന്നാറില്ലേ? ചില കാര്യങ്ങൾ കാണുമ്പോ ചില സിംറ്റംസ് ഒക്കെ അവര് കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് ഉണ്ടാവില്ല, എന്നാൽ പോലും നമുക്ക് ചെറിയൊരു ഡൗട്ടെങ്കിലും തോന്നും, അല്ലെ, ഈ പറയുന്ന സിംറ്റം എനിക്കുണ്ടല്ലോ, ഇനി എനിക്കിങ്ങനെ ഉണ്ടാവുമോ? അങ്ങനൊരു ചിന്ത ആരിൽ വരുത്തണം? ഈ പറയുന്ന വായിക്കുന്ന ഓരോ വ്യക്തിയിലും വരുത്തുക. അങ്ങനെ വരുത്തി കഴിയുമ്പോ എന്താ? അവരതിനടിയിൽ പറയുന്ന എന്താ? അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ എന്ന രീതിയിലൊരു ക്യാപ്ഷൻ ഉണ്ടാവും, അല്ലെ. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്തു? ആ ഹോസ്പിറ്റലിലേക്ക്, ആ ടാർഗറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ ആ ഹോസ്പിറ്റലിന്റെ പേര് സ്പെസിഫിക് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും, അല്ലെ, ആ ഹോസ്പിറ്റലിലേക്ക് ഈ പറയുന്ന ജെനുവിൻ കസ്റ്റമേഴ്സിനെ, പേഷ്യൻസിനെ എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവർ എന്താ ചെയ്യുന്നേ? അവരുടെ വീക്ക് പോയിന്റ്സ് ഏതാണെന്ന് മനസ്സിലാകും. ഏതൊക്കെ രീതിയിൽ ആളുകളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ആളുകൾക്ക് ഒരു ഭയം തോന്നുക. അവരുടെ ആരോഗ്യത്തെ കുറിച്ച് അവർക്കൊരു ഭയം തോന്നണം. നമുക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ഭയം തോന്നുമ്പോഴല്ലേ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലില്, അല്ലെ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു നമ്മുടെ ആരോഗ്യം വീക്കാണെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കുക, അല്ലെ. അപ്പൊ എപ്പോഴും ആ വീക്ക് പോയിന്റ് ആളുകളുടെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ആ ടാർഗറ്റഡ് ആയിട്ടുള്ള ആ പ്രത്യേകം അവർ ഏത് ഹോസ്പിറ്റലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസിനെ, ജെനുവിൻ ആയിട്ടുള്ള പേഷ്യൻസിനെ എത്തിക്കുക എന്നതാണ് ഇവിടുത്തെ ഡിസൈഡ് റിസൾട്ട് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റും ഈ ഷോർട്ട് സ്റ്റോറിയിലേക്ക് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് ലയിപ്പിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ആ ഡിസൈഡ് റിസൾട്ട്, അവർ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു. മനസ്സിലായോ? ഒരു അഡ്വർട്ടോറിയൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താ? അതൊരു കോമ്പിനേഷൻ ആണ്. അഡ്വർടൈസ്മെന്റിന്റെയും എഡിറ്റോറിയലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. ഒരു പുതിയ ഫോം ആണ്, അല്ലെ. ഒരു അഡ്വർടൈസ്മെന്റും അതുപോലെ ഒരു ഷോർട്ട് സ്റ്റോറിയിലേക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് പരസ്യത്തെ നമ്മൾ ലയിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ലയിപ്പിക്കുന്നത്? അങ്ങനെ ഒരു അഡ്വർട്ടോറിയൽ കാണുന്ന സമയത്ത് അവർക്ക് ഇതുവഴി ഒരു ഡിസൈഡ് റിസൾട്ട്, അവർ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫലം കിട്ടണം. അവർ ഉദ്ദേശിച്ച
ഫലം എന്താണ്? ആളുകളുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ, ഏത് ഹോസ്പിറ്റലിലോട്ടാണ് അവർക്ക് ആളെ കിട്ടേണ്ടത്, ആ ഹോസ്പിറ്റലിലേക്ക് ജെനുവിൻ പേഷ്യൻസിനെ എത്തിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലേ, നേരിട്ട് ചെയ്യുന്നില്ല. നമുക്ക് മനസ്സിലാക്കണ്ടോ ഇതൊരു മാർക്കറ്റിംഗ് ആണെന്ന്? ഇപ്പൊ പറയുമ്പോഴല്ലേ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അല്ലെ? അല്ലാതെ നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ വായിച്ച് നമുക്ക് മനസ്സിലാവുമോ ഇതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണെന്ന്? ഇല്ല. ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുക. അത്രയും തന്നെ അങ്ങനെ ഒരു വിചാരം അവരിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഒരു അഡ്വർടൈസ്മെന്റ് ആകുന്ന ഒരു വിചാരം നമ്മൾ ഉണ്ടാക്കാതെ വേറൊരു രൂപത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് ശരിക്കും കൊടുത്തുകൊണ്ട് ആളുകളെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ട്യൂട്ടോറിയൽ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ. ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഡോക്ടർ ജോയിൻ ചെയ്യാൻ വരുന്നു അല്ലെ, അതിൽ ഹോസ്പിറ്റലിലെ ഭാഗമാവാനായിട്ട് വരികയാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങള് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ വലിയ ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്നേ, പുതിയൊരു ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടോ? അതുപോലെ നോട്ടീസ് ഒക്കെ വരും നമ്മുടെ വീടുകളിലേക്ക്, പേപ്പറിന്റെ കൂടെ അല്ലെ നോട്ടീസ് ഒക്കെ വരാറില്ലേ? പുതിയ നമ്മുടെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അതെ. അപ്പൊ ഇതെല്ലാം അവർ എന്തിനു വേണ്ടിയാണ്? നമ്മൾ വിചാരിക്കുന്നില്ല, നമുക്ക് നല്ല ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പുതിയ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു കണക്കിൽ ശരിയാണ് അല്ലെ, നമുക്ക് നല്ല ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ പോലും പുതിയൊരു ഓരോ ഡോക്ടേഴ്സിനെ പുതുതായി കൊണ്ടുവരുന്നത് അത് അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. കാരണം എന്താ? അവർക്ക് അവരുടെ ഹോസ്പിറ്റലിനെ പറ്റി പുറം ലോകത്തെ ആളുകളോട് അറിയിക്കണം. അതിനൊരു കാരണം വേണ്ടേ അല്ലെ? വെറുതെ അങ്ങനെ നോട്ടീസ് അടിച്ചിറക്കാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെ പുതിയ ഡോക്ടേഴ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ഒരു അഡ്വർടൈസ്മെന്റ് പോലെ അല്ലെങ്കിൽ ഒരു നോട്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. വരുന്ന ആളുകൾ ചിലപ്പോൾ ഈ ഒരു ഡോക്ടർ തന്നെ കാണാമെന്നൊന്നുമില്ല അല്ലെ, അവിടുത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ മറ്റു ഡോക്ടേഴ്സിനെ കാണാനായിട്ട് വരും. അല്ലെങ്കിൽ സ്ഥിരം ഇനി അവരിൽ തന്നെ അവിടെ നിലനിർത്താനുള്ള പരിപാടികളും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവർ ചെയ്യും. അതാണ് പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇപ്പോഴെ ജോയിൻ ഓഫ് എ ന്യൂ ഡോക്ടർ, ഒരു പുതിയ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യാൻ വരികയാണ്. അവർ ആ ഹോസ്പിറ്റലിലേക്ക് പുതുതായി എത്തുന്ന ഒരാളാണ് അല്ലെ, പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലുകാർ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇതിപ്പോ നമ്മൾ പുറത്തേക്ക് ആളുകളോട് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിനോടോ അവിടെയുള്ള മറ്റ് ജീവനക്കാരോടും അഡ്മിനിസ്ട്രേറ്റേഴ്സിനോടും ഒക്കെ ഇവരെ എന്ത് ചെയ്യണം? എന്താണ്? പരിചയപ്പെടുത്തണം അല്ലെ. അവരെ അങ്ങനെ ഒരു പരിചയപ്പെടുത്തി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക്കിലേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇന്നൊരു ഡോക്ടറാണ് വന്നിരിക്കുന്നത്, ഇന്ന നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഡോക്ടറാണ്, ഇന്ന ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. അങ്ങനെയല്ലേ നമുക്ക് നോട്ടീസ് അല്ലെങ്കിൽ ഫ്ലക്സ് ഒക്കെ കാണുന്നത്? ഇന്ന സ്പെഷ്യൽ അവരുടെ ആ ഒരു ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നിരത്തി അങ്ങ് എഴുതിയിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് ഡിഗ്രി കാര്യങ്ങൾ ഇന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു, ഇന്ന രീതിയിലുള്ള PhD കിട്ടിയ വ്യക്തിയാണ്, അങ്ങനെയുള്ള സമ്മാനങ്ങൾ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് എന്താണ് അവരെ പ്രമുഖരാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു ജോയിനിങ് ഒരു ന്യൂ ഡോക്ടർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ബ്രോഷറുകളിലോ നോട്ടീസുകളിലോ ഫ്ലെക്സിലോ ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഡോക്ടർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള നഴ്സസിനോടും മെഡിക്കൽ പ്രൊഫഷണൽസിനോടും സ്റ്റാഫുകളോടും ഒക്കെ ഇവർ വരുന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ പുതിയതായിട്ട് ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ, ജനറൽ ആയിട്ടുള്ള കാര്യമായിട്ട് മിസ് പറയുന്നത്, പുതിയതായിട്ട് ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്നാൽ അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര ഫെമിലിയർ അല്ല അല്ലെ, പരിചയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡിനെ കൊടുക്കണം.
എന്തിനു വേണ്ടിയാ? അവിടുത്തെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഒന്ന് എത്താൻ വേണ്ടിയിട്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറേഞ്ച് ചെയ്ത് അദ്ദേഹത്തിന് ഓക്കെ ആവുന്നത് വരെ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർ ഒരു ഗൈഡിനെ കൊടുത്തിരിക്കണം. അതായത് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഡോക്ടറെ കൊടുത്തിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ഈ വരുന്ന പുതിയ ആൾക്ക് എന്ത് ചെയ്യാം? അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ ഒരു ഡോക്ടർ ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ആ ഒരു ഡോക്ടറുടെ പ്രത്യേകതകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് അതിലൂടെ ആളുകളെ ഈ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുക അല്ലെ? അതാണ്. നോക്കിയപ്പോ ഇനി joining of doctors and medical professionals in any discipline can be highlighted irrespective of their qualification, experience or speciality. എന്താണ്? ഒരു ഡോക്ടർ പുതുതായിട്ട് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആ ഹോസ്പിറ്റലിലേക്ക് പുതുതായി ജോയിൻ ചെയ്യാനായിട്ട് വന്നാൽ, എനി ഡിസിപ്ലിൻ ഏതൊരു വിഭാഗത്തിലും ജോയിൻ ചെയ്തോട്ടെ, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അല്ലെ, ഏത് വിഭാഗത്തിലും എന്താണ് ജോയിൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസോ ക്യാൻ ബി ഹൈലൈറ്റ് ചെയ്യുന്നു ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്വാളിഫിക്കേഷൻ. അവരുടെ യോഗ്യതയോ എക്സ്പീരിയൻസ് അനുഭവ പരിചയമോ സ്പെഷ്യാലിറ്റി ഇതിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളോ ഒന്നും ഇറസ്പെക്റ്റീവ് എന്നൊന്നും പരിഗണിക്കാതെ അവരെ എന്ത് ചെയ്യുന്നു? ഹൈലൈറ്റ് ചെയ്യുന്നു. ഇന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്നില്ല. ഇന്ന എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ആ ഹോസ്പിറ്റലിലേക്ക് പുതുതായി ഏതൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഡോക്ടർ വന്നാലും അവർ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അവരുടെ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ സ്പെഷ്യാലിറ്റി ഒന്നും പരിഗണിച്ചുകൊണ്ടല്ലാതെ ചെയ്യുന്നത്. മറിച്ച് എങ്ങനെയാണ്? അവർ ആ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടോ അവരെ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രമുഖമാക്കി കാട്ടുക. അവരെ ഒരു പ്രശസ്തരാണ് അല്ലെങ്കിൽ അവരൊരു പ്രമുഖരാക്കിയിട്ട് മറ്റുള്ളവരെ മുന്നിൽ കാണിക്കുക അല്ലെ? ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് അൻ അഡ്വർടൈസ്മെന്റ്. ഇതൊരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യത്തിന്റെ രൂപത്തിലാവാം. അതാണ് നമ്മുടെ വീടുകളിലൊക്കെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ? ആ ഒരു പരസ്യ രൂപേണയാവാം. മെൻഷനിങ് ദാറ്റ് ദേ ആർ ഹൈലി ക്വാളിഫൈഡ്. അതിൽ എന്തായിരിക്കും പരാമർശിച്ചിട്ടുണ്ടാവുക? ദേ ആർ ഹൈലി ക്വാളിഫൈഡ്. അവർ വളരെ നല്ല ഉയർന്ന യോഗ്യത ഉള്ളവരാണെന്ന് പരാമർശിച്ചിട്ടുണ്ടാവില്ലേ ആ നോട്ടീസിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിലൊക്കെ? എന്താണ്? അവർ ഉയർന്ന നല്ല നിലവാരത്തിലുള്ള നല്ല യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്ന് പരാമർശിച്ചുകൊണ്ടുള്ള അവരെ നല്ല രീതിയിൽ എന്താണ് പ്രമുഖരാക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഒരു ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവര് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് കൂടിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. എന്താണ് ബാക്കി ആർക്കും ക്ലിയർ ആയില്ലേ? എന്താ ഒരു റെസ്പോൺസ് ഇല്ലാത്തേ? ക്ലിയർ ആവുന്നില്ലേ മിസ് പറയുന്നത്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് VIP വിസിറ്റ്. VIP വിസിറ്റ് കേട്ടിട്ടുണ്ടോ? VIP കളൊക്കെ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റിന് വരുന്നത്, സന്ദർശനത്തിന് വരുന്നത് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ ടിവിയിലൊക്കെ കണ്ട് ന്യൂസിലൊക്കെ കണ്ടു കാണും അല്ലെ? VIPs ഒക്കെ വിസിറ്റിന് വരുന്നത്. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. വെരി ഗുഡ്. VIP എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് അല്ലെ? അത് ചിലപ്പോ ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ? ഒരു വ്യക്തിയാണ് അല്ലെ? ഒരു ഹൈ പ്രൊഫൈലുള്ള നല്ല ഉയർന്ന പ്രൊഫൈലുള്ള ഒരു വ്യക്തി. ഒന്നിനും ഒരു പൊളിറ്റീഷ്യൻ ആവാം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവാം അല്ലെങ്കിൽ എന്താണ് മേജർ ആയിട്ട് നമ്മുടെ സമൂഹത്തിന് വലിയ രീതിയിലുള്ള സംഭാവനകൾ ചെയ്യുന്ന ഒരു വ്യക്തിയും ആവാം അല്ലെ? അങ്ങനെയുള്ള ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ മേജർ ഡൊണേഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ഒരു ഫിലിം ആക്ടർ. അതാണ് സെലിബ്രിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? പ്രശസ്തരായിട്ടുള്ള വ്യക്തികളായിരിക്കും ശരിക്കും VIP കളായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ എത്തുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ വരാം? ഡിസാസ്റ്റർ നടന്നാല് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരാം അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും കാര്യങ്ങള്
അവർക്ക് ചിലപ്പോൾ പേഴ്സണൽ ആയിട്ട് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു പേഷ്യന്റ് എന്ന നിലയിൽ വരാം അല്ലെ. ഒരു ഹോസ്പിറ്റലിലേക്ക് അവർക്ക് അസുഖങ്ങൾ ഉണ്ടായാൽ ഒരു പേഷ്യന്റ് എന്ന നിലയിൽ വരാം അല്ലെ. ഒരു ഇനാഗുറേഷന് വേണ്ടി വരാം അല്ലെ. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ അല്ലെ. ആണോ? നമ്മളിപ്പോ ഓഗസ്റ്റ് 15-നോ അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസ് ഇപ്പോ ഹോസ്പിറ്റൽ ഡേയുമായി ബന്ധപ്പെട്ടോ അല്ലെ, അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫ്ലാഗ് ഓഫ് സെറമണിയുമായി ബന്ധപ്പെട്ട് വരാം, ഇനാഗുറേഷൻസുമായി ബന്ധപ്പെട്ട് വരാം, ഒരു പേഷ്യന്റ് എന്ന നിലയിൽ വരാം അല്ലെ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു ഡിസാസ്റ്റർ ഒക്കെ നടന്നു കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കുറെ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാനായിട്ട് വരാം അല്ലെ. ഒരുപാട് എന്തെങ്കിലുമൊക്കെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്സോ കാര്യങ്ങളോ നടന്നാലോ അല്ലെ എന്താണ് ഒരു ശ്രദ്ധ നേടുന്ന രീതിയിലുള്ള അല്ലെ. ഇപ്പൊ നമ്മുടെ വയനാട് ദുരന്തമൊക്കെ നടന്ന സമയത്ത് എത്ര പേരാണ് അവിടേക്ക് വന്നത് അല്ലെ. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നില്ലേ. ആ ഹോസ്പിറ്റലുകളിലേക്ക് അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് നമ്മൾ ഓൾറെഡി ന്യൂസിൽ പറയും അല്ലെ. ഇന്ന ഹോസ്പിറ്റലില് ആളുകളൊക്കെ അതെ സെലിബ്രേഷൻസ് ഒക്കെ വരാമെങ്കിൽ ശരിയാണ്, ക്യാൻസർ ഡേ സെലിബ്രേറ്റ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രത്യേക ദിവസങ്ങളുമായി ബന്ധപ്പെട്ടും ഇവര് ആ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ അവർ വരുന്നത് കൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിക്കുന്നില്ലേ ഇല്ലേ. ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിക്കുന്നില്ലേ. ഒത്തിരി ആളുകളിലേക്ക് ഇവർ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം ഒത്തിരി ആളുകളിലേക്ക് ആ ഹോസ്പിറ്റലിന്റെ പേര് എത്തുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യവും. അല്ലാതെ ഇവര് വരുന്നത് കൊണ്ട് അവർക്ക് വേറെ യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല. മറിച്ച് ഇവര് വരുന്ന സമയത്ത് അവരുടെ ആ ഫേമസ് സിറ്റി അല്ലെ, അവരുടെ ആ ഒരു പ്രശസ്തി ഇവര് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ശരിക്കും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അവരുടെ ആ ഒരു പ്രശസ്തി ഇവര് ഉപയോഗിക്കുന്നു. ആ പ്രശസ്തിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് ഒത്തിരി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു VIP അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലുകാർ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് പോകുമ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കണം അല്ലെ. ഒരിക്കലും നമ്മൾ ഒരാൾ അങ്ങനെ ഒരു VIP വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. ഒരു പേഷ്യന്റ് ആയിട്ടാണ് വന്നതെങ്കിൽ അപ്പൊ അവർക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പോ കാര്യങ്ങളോ നടത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ വേഗം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിന് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അവിടുത്തെ പ്രൊസീജിയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ശരിയായ രീതിയിലുള്ള സെക്യൂരിറ്റി ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെ. എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ആയാൽ എന്തിനു രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ആയിരിക്കും അതിന് ചുറ്റുമുണ്ടാവുക അല്ലെ. അങ്ങനെയുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് പ്രൈവറ്റ് ആയിട്ട് അതിൻ്റെതായ സ്വകാര്യമായ റൂമുകൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഏതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കെയർ ആണോ കൊടുക്കേണ്ടത് അത് നല്ല രീതിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ആ ഹോസ്പിറ്റലുകാര് ഇങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി വരുന്ന സമയത്ത് അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ പോലും അതിന് ഇവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെ. ഒത്തിരി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഒരു കുറവല്ല അല്ലെ. ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. We can follow the practice of inviting VIPs, especially celebrities, to our hospital, maybe for a casual visit, a complete health checkup, or for an inauguration, or for a flag off ceremony. എന്താണ്? We can follow the practice of inviting. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകാര് ഒരു VIP-യെ ഹോസ്പിറ്റലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട് അല്ലെ. എസ്പെഷ്യലി സെലിബ്രിറ്റീസ്. എപ്പോഴും സെലിബ്രിറ്റികള് അല്ലെ, ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികളെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശസ്തരായ ആളുകളെ ആ ഹോസ്പിറ്റലിലേക്ക് ക്ഷണിക്കുക. എന്തിനു വേണ്ടിയാ? മേ ബി ഫോർ എ കാഷ്വൽ വിസിറ്റ്, ഒരു സാധാരണമായ ഒരു വിസിറ്റ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാവാം. അല്ലെങ്കിലോ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാവാം. അല്ലെങ്കിലോ ഫോർ ആൻ ഇനാഗുറേഷൻ, ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാവാം. അല്ലെങ്കിലോ ഓർ ഫോർ എ ഫ്ലാഗ് ഓഫ് സെറമണി, എന്തെങ്കിലും ഒരു ഫ്ലാഗ് ഓഫ് സെറമണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പുകൾക്കോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ വിസിറ്റിനോ വേണ്ടി ഹോസ്പിറ്റലുകളിലേക്ക്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് ഹോസ്പിറ്റലാണോ ഉദ്ദേശിക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് VIP അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടും സെലിബ്രിറ്റികളൊക്കെ ക്ഷണിക്കുന്നതിനെയാണ് നമ്മൾ VIP വിസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. VIP വിസിറ്റ്
ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. കേട്ടിട്ടുണ്ടോ? ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? ആ ഹോസ്പിറ്റലിലെ മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം ആണ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്? ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം പറയൂ, എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്? അവയർനെസ് കൊടുക്കാൻ. ശരിയാണ്. അതായത് പേഷ്യൻസിനും അവിടെ വരുന്ന വിസിറ്റേഴ്സിനും ഒക്കെ ഒരു എഡ്യൂക്കേഷൻ നൽകുകയാണ് അല്ലെ? ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ നൽകുന്നു. എന്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻസ് ആണ് നൽകാറ്? സാധാരണയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന അവയർനെസ് പ്രോഗ്രാമുകൾ ഹെൽത്തിനെ കുറിച്ച്, ശരിയാണ്, ആരോഗ്യത്തെ കുറിച്ച്, ജനങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം. അതുപോലെ പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെ? ആരോഗ്യകരമായിട്ടുള്ള കണ്ടീഷൻസ്, രോഗങ്ങള് അല്ലെ? അതുപോലെ എങ്ങനെ ഈ രോഗങ്ങളൊക്കെ മുൻകരുതൽ എടുക്കാം, പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെ? ഓരോ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ട കാര്യങ്ങള്. പിന്നെ എന്താണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസിനെ കുറിച്ച് അല്ലെ? നല്ല ജീവിതശൈലി, ആരോഗ്യകരമായ ഒരു ജീവിതശൈലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഡയറ്റീഷ്യൻസ് മുതലായ ആളുകൾ നമുക്ക് ക്ലാസ് എടുത്ത് തരാറില്ലേ? ഇന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്ന രീതിയിൽ. അതുപോലെ എക്സസൈസുകളുമായി ബന്ധപ്പെട്ട ഓരോ രോഗങ്ങൾ വരാതിരിക്കാനുള്ള എക്സസൈസുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചിലപ്പോൾ തരാറുണ്ട്. പിന്നെ എന്തൊക്കെയാ? മെഡിക്കൽസ് അവൈലബിൾ ആയിട്ടുള്ള, ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സർവീസുകളുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നടത്താൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി രീതിയിലുള്ള പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നടത്താറുണ്ട് അല്ലെ? അതുപോലെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസുകൾ കേട്ടിട്ടുണ്ടോ? ക്യാൻസറിന്റെയൊക്കെ നമുക്ക് മുൻകൂട്ടി നമുക്ക് കാണാനായിട്ട് ഇപ്പൊ മാമോഗ്രാമോ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി മുതലായിട്ടുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രിവെന്റീവ് സ്ക്രീനിങ്ങുകൾ നടത്താനായിട്ട് അവയർനെസ് പ്രോഗ്രാം നടത്താറില്ലേ? അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നാല് ഇത്ര ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് ചെയ്ത് കിട്ടും എന്ന് പറയാറില്ലേ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡയബറ്റിസ് എപ്പോഴും കാണാറുള്ളതാണ് അല്ലെ? ഡയബറ്റിക് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഹാർട്ട് ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പ്രധാനമായിട്ടും ക്യാൻസറുമായി ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഏതാണ്? സ്മോക്കിംഗ് സെഷൻസുമായി ബന്ധപ്പെട്ട് അല്ലെ? പുകവലിയുമായി ബന്ധപ്പെട്ട് അതെ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കാറ്. ശരിയാണ്, എല്ലാം ശരിയാണ്. പലതരത്തിലുള്ള അല്ലെ? നല്ല രീതിയിലുള്ള ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സുമായി ബന്ധപ്പെട്ട്, വാക്സിൻ ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ? കോവിഡ് ഒക്കെ വന്ന സമയത്ത് വാക്സിൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങൾ എത്ര സമയം ഡോസ് എടുക്കണം, അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് ഒത്തിരി ഡൗട്ടും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വന്നപ്പോ ഓരോ ഹോസ്പിറ്റലുകാർ ഇതുപോലെയുള്ള അവയർനെസ് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അതെല്ലാം വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനും ആ ഹോസ്പിറ്റലിലെ ഇങ്ങനെയുള്ള സർവീസുകളെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോധവൽക്കരണമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതുവഴി അവർക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ പറയുന്ന കാര്യങ്ങളില് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഏർലി ഡിറ്റക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ഒരു ക്യാൻസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ആ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ഏർലി മുൻകൂട്ടി നമുക്ക് കാണാനായിട്ട് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കാണാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇപ്പൊ ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇത്ര ശതമാനം 10% അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ടോട് കൂടി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് അത് ചെയ്യാവുന്നതാണ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് പോകൂലേ ഇതിലോട്ട്? പോകൂലേ? ഒത്തിരി പേര് ഒരുവിധം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആ ഒരു ഫെസിലിറ്റി മേടിക്കാനായിട്ട് പോകും, സ്വാഭാവികമായിട്ടും പോകും. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിന്റെ ഉദ്ദേശവും അല്ലെ? അവർക്ക് വെറുതെ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമല്ല അല്ലെ? അത് ഇവര് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിന്റെ പിന്നിൽ എന്താണ്? ഒരു മാർക്കറ്റിംഗും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവയർനെസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആസ് ഫാർ ആസ് layman is concerned. എന്താ? ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം
ബോധവൽക്കരണം അല്ലെ, ഒരു അവബോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അല്ലെ. ഒരു നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു അവബോധം നമുക്ക് ഏതൊരു കാര്യത്തിലും ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവയർനെസ് അല്ലെങ്കിൽ അവബോധം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്ന് തന്നെയാണ്. ലാക്ക് ഓഫ് അവയർനെസ്, അവബോധമില്ലായ്മ ക്യാൻ റിസൾട്ട് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് അല്ലെ. ഒരു അവബോധമില്ലായ്മ, ഒരു ഡിസീസ് വന്നു അല്ലെങ്കിൽ ഒരു രോഗം വന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ വന്നു, അതിനെ കുറിച്ച് ശരിയായ ഒരു അവബോധമില്ല എങ്കിൽ എന്ത് പറ്റും? അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോവാം അല്ലെ. ഇതൊരു അപകടകരമായിട്ടുള്ള പല സാഹചര്യങ്ങളിലേക്കും അത് നയിച്ചേക്കാം. ആൻഡ് ഹാഫ് അവയർനെസ്, പകുതി അവബോധമുണ്ട് എന്ന് വെച്ചാൽ എന്താ? ആദ്യം ലാക്ക് ഓഫ് അവയർനെസ് ഒന്നും അറിയില്ല. ഇപ്പൊ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് വന്നു. ആ ഡയബറ്റീസ് എന്ത് രോഗമാണ് അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് വഴിയാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് ഒരു അവബോധം അല്ലെങ്കിൽ ഒരു ബോധമോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അവർക്ക് ഒന്നും അറിയില്ലെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അല്ലെ. അതിനെപ്പറ്റി ഒന്നും അറിയാതെ ആവുമ്പോൾ അവരൊന്നും ശ്രദ്ധിക്കില്ല. അവരുടെ ഹെൽത്ത് ഓരോ ദിവസം ചെല്ലുന്തോറും എന്ത് ചെയ്യും? മോശമായിക്കൊണ്ടിരിക്കും അല്ലെ. എന്നാൽ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. എന്നാൽ പോലും ഒരു ഹാഫ് അവയർനെസ്, ചില ആളുകൾ പറയും ചില കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും അല്ലെ. പൂർണ്ണമായിട്ടും വലിയ അറിവൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. അതാണ് ഹാഫ് അവയർനെസ്. അതായത് പകുതി അറിവുണ്ടാവും, പൂർണ്ണമായിട്ടും അറിവുണ്ടാവേ ഇല്ല. അങ്ങനെയുള്ളതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണോ? ആണോ? അതെ, കൊറോണ ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു ആളുകള്? അവർക്ക് വലിയ എന്താണ്, ഞങ്ങൾക്ക് വരില്ല അല്ലെ, ഞങ്ങൾക്ക് വന്നാലും ഇങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് അവിടെ നിന്ന് എന്ത് ചെയ്തു? വാദിച്ചു അല്ലെ. അങ്ങനെ വന്നാൽ എന്താ പറ്റുക? പകുതി പേർക്ക്, അതായത് പകുതി ഒരു അവയർനെസ് അവർക്കുള്ളൂ. പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയില്ല. പകുതി കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയാം. അത് പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നം വരാറുണ്ടോ? സ്വയമേ ചികിത്സിക്കാൻ തുടങ്ങും അല്ലെ. സ്വയം ചികിത്സിക്കാനൊക്കെ തുടങ്ങും അല്ലെ. ഇത്രയൊക്കെയുള്ള കാര്യമല്ലേ ഉള്ളൂ, അത് നമുക്കങ്ങ് കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ സ്വയം ചികിത്സകൾ ചെയ്യാം. പല രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ഇതുമായി ചേരാത്ത രീതിയിൽ നമ്മുടെ സിറ്റുവേഷൻസിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ ചിലപ്പോൾ ചെയ്തേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പകുതി അവയർനെസ്, അതായത് ഹാഫ് അവയർനെസ് ഇസ് മോർ ഡേഞ്ചറസ് ദാൻ ലാക്ക് ഓഫ് അവയർനെസ്. അവബോധമില്ലായ്മ അതിനേക്കാൾ ഡേഞ്ചറസ് അല്ലെങ്കിൽ അപകടകരമാണ് കുറച്ച് അറിവുള്ളത് അല്ലെ. And so by giving health awareness to people, that hospital always tries to earn their support and goodwill. ഇങ്ങനെ ഒരു ഹെൽത്ത് അവയർനെസ്സുകൾ, ഇങ്ങനെയുള്ള ഓരോ കണ്ടീഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ഡിസീസിനെ കുറിച്ചും ഒക്കെ ആളുകൾക്ക് ഒരു അവബോധം കൊടുക്കുമ്പോൾ, ആ ഒരു ഹോസ്പിറ്റൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള അവബോധം കൊടുക്കുമ്പോൾ the hospital always tries to earn, ഹോസ്പിറ്റൽ എന്താ ആർജിക്കാനാണ് ശ്രമിക്കുന്നത്? ഇവിടെ their support, ഈ പറയുന്ന ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടണം അല്ലെ. ആ ഗുഡ്വിൽ, അവരുടെ ഒരു നല്ല മനസ്സ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തത ആ ഹോസ്പിറ്റലിലേക്ക് കിട്ടണം. അതാണ് ഇവര് പ്രതീക്ഷിക്കുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയർ അവയർനെസ് പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലുകൾ നടത്തുമ്പോൾ അവിടെ ആളുകൾക്ക് ആ ഓരോ കണ്ടീഷൻസിനെ കുറിച്ചും കൃത്യമായ അവബോധം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കുകയും അതിലൂടെ ആ ഹോസ്പിറ്റലിലോട്ട് ഈ പറയുന്ന പീപ്പിൾസിന്റെ അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു സപ്പോർട്ട് നേടിയെടുക്കുക, ആ ഒരു ഗുഡ്വില്ല് ആ ഹോസ്പിറ്റലിന്റെ നല്ല പ്രശസ്തി നിലനിർത്താനായിട്ട് സഹായിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന് പിന്നിൽ വരുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ്. കണ്ടോ? നോക്കി, ബ്രാൻഡിങ് ചെയ്യുന്നത് കണ്ടോ? എന്തൊക്കെയാണ് ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ്? പിക്ചർ ക്ലിയർ ആണോ? പിക്ചർ കുറച്ചുകൂടി വലുതാക്കി തരാം. നോക്കി, ബ്രാൻഡിങ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ പിക്ചർ?
ഓക്കെ, അപ്പൊ ഇവിടെ ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബ്രാൻഡ് നെയിമുകൾ കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ, എന്നാൽ എന്തായിരിക്കും ബ്രാൻഡ് നെയിം കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ, ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അല്ലെ. ഒരു സ്റ്റേഷനറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പെൻ മുതല് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു എൻവലപ്പ് ആവാം, ഒരു ലെറ്റർ ഹെഡ് ആവാം അല്ലെ, ഒരു ബ്രോഷർ ആവാം, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളിലും ആ ഹോസ്പിറ്റലിന്റെ പേരുണ്ടാവാറുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിന്റെ പേരുണ്ടാവാറുണ്ട്, അവർ ഉപയോഗിക്കുന്ന യൂണിഫോമുകളിൽ വരെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? എന്തിനു വേണ്ടിയാണത്? മാർക്കറ്റിംഗ് തന്നെയാണ് അല്ലെ. അവിടെയുള്ള സാധനങ്ങൾ മാത്രമല്ല, അതുപോലെ ബ്രാൻഡിങ് ഓഫ് സ്കൂൾസ് ആൻഡ് ഓഫീസ് സ്റ്റേഷനറീസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതെ, ആ ഹോസ്പിറ്റലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. അതെ, നോക്കിയേ, ബ്രാൻഡിങ് ഓഫ് സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷനറീസ് ഹാസ് ബീൻ പ്രൂവ്ഡ് ആസ് ആൻ എഫിഷ്യന്റ് മാർക്കറ്റിംഗ്. നോക്കിയേ, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് ഇത്. അപ്പൊ നമ്മൾ അറിയാം, ഇപ്പൊ ഒരു മെഡിസിൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിർമ്മിച്ചിട്ടുള്ള മെഡിസിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണോ ആ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ആ ഒരു ക്ലോക്കിന്റെ പിക്ചർ വെച്ചിരിക്കുന്നത് കണ്ടോ, അതില് വരെയും അവർ ബ്രാൻഡ് ചെയ്തിട്ടാറുണ്ട്, അവര് ഹോസ്പിറ്റലിന്റെ പേരുകള് ഉൾപ്പെടുത്താറുണ്ട്. യൂണിഫോമുകളിൽ ഉണ്ടാവും, ഒരു പെൺ മുതല് എല്ലാ സാധനങ്ങളും, ഒരു ലെറ്റർ ഇതാണ് ലെറ്റർ ഹെഡ് അല്ലെങ്കിൽ ഒരു എൻവലപ്പ് തയ്യാറാക്കുന്നു, ഒരു ബ്രോഷർ തയ്യാറാക്കുന്നു, ഒരു ബോട്ടിൽ അവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിലും അവരുടെ ബ്രാൻഡ് നെയിം, ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് നെയിമുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ബ്രാൻഡ് നെയിമുകൾ ഉൾപ്പെടുത്തുന്നത് മറ്റുള്ള ആളുകൾ ആ ഒരു പേര്, ഇപ്പൊ നമ്മളൊരു എന്താണ് ഒരു ഡോക്ടർ, ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് വരാണ്, അവരുടെ ആ യൂണിഫോമിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ അവർ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെന്ന്? മനസ്സിലാവില്ലേ അല്ലേ? അതുപോലെ ഇപ്പൊ ഒരു പേനയില് നമുക്കൊരു ഈ ഒരു ഹോസ്പിറ്റലിന്റെ പേര് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അത് നമുക്ക് ഇങ്ങനെ പല ആളുകളിൽ നിന്നും കൈമാറിയിട്ട് നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ ആ ഒരു പേര് കാണുമ്പോൾ നമുക്ക് ആദ്യമായി നമുക്ക് എന്താ ഓർമ്മ വരാ? ആ ഒരു ഹോസ്പിറ്റലിൽ ഓർമ്മ വരുമോ? ആ പേനയിലുള്ള പേര് കാണുമ്പോ ഹോസ്പിറ്റലിൽ ഓർമ്മ വരില്ലേ? അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്രാൻഡിങ് ഓഫ് സ്കൂൾസ് ആൻഡ് ഓഫീസ് സ്റ്റേഷനറീസ്. എന്താണ്? അതുപോലെ ഇപ്പൊ ഇവര് ഹോസ്പിറ്റലിൽ മാത്രം ബ്രാൻഡിങ് അല്ല ചെയ്യുന്നത്, മറിച്ച് എന്ത് ചെയ്യും? മറ്റുള്ളവരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പില് പങ്കാളികളായിട്ട് ഇപ്പൊ പല കാര്യങ്ങളും സ്പോൺസർ ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? സ്പോൺസർ ചെയ്ത് കൊടുക്കാറില്ലേ? ബാഗോ പെൻസോ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ അതിൽ എന്ത് ചെയ്യും? അവരുടെ ബ്രാൻഡ് നെയിം ഉൾപ്പെടും. സ്പോൺസർ ചെയ്യണവർ അങ്ങനെയല്ലേ ചെയ്യാ? വെറുതെ നമുക്ക് ആ കമ്പനി നേരിട്ടല്ലല്ലോ തരുന്നത്, എന്താണോ ആരാണോ തരുന്നത് അത് അതിൽ കൃത്യമായിട്ട് എംബ്ലം ചെയ്തോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റിക്കർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്ത് കിട്ടുന്ന സാധനങ്ങള് അങ്ങനെയല്ലേ? ആ സ്പോൺസറിന്റെ ബ്രാൻഡ് നെയിം ഉറപ്പായിട്ടും ആ ഒരു ടെക്സ്റ്റിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു ബാഗിലാണെങ്കിൽ പോലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ സ്കൂളുകളിൽ പല രീതിയിലുള്ള പങ്കാളിത്തത്തോടു കൂടി ഇങ്ങനെയുള്ള ബ്രാൻഡിങ് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അവിടെ കൊടുക്കുന്ന സാധനങ്ങൾ പലതും പങ്കാളികളായിട്ട് സ്പോൺസർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ദെൻ ഓഫീസ് സ്റ്റേഷനറീസ്, ഹോസ്പിറ്റലിലാണെങ്കിലും മറ്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടതാണോ? ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ അങ്ങനെ വലിയതായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ പോലും ഈ ഒരുപാട് പല കമ്പനികളും എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള ഇതേ സെയിം ടൈപ്പ് ബ്രാൻഡിങ് ചെയ്യാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ചില ക്യാമ്പുകളിൽ കൊടുക്കും. ശരിയാണ്, ചില ക്യാമ്പുകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആ ക്യാമ്പിൽ കൂടാൻ വരുന്ന അല്ലെ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനുള്ളിൽ വരുന്നതാണ്. അപ്പൊ അതൊരു ബ്രാൻഡിങ് ചെയ്യണം. ആ ഒരു പേര്, ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി അല്ലെ. അതൊരു ഫലപ്രദമായ ഒരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. നേരിട്ട് നമുക്ക് അങ്ങനെ വിൽക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലൂടെ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ആ ഒരു പേര് ആളുകളിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആണോ? ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ് വേഗം ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് ഒരു പോയിന്റേ ഉള്ളൂ. ആ ഒരു പിക്ചറും കൂടി ഒന്ന് നോക്കി മനസ്സിലാക്കാം കേട്ടോ.
ഓക്കെ ഓക്കെ ആണ്. ഓക്കെ, സിക്സ്ത് വൺ ആണ് മെഡിക്കൽ ക്യാമ്പ്. മെഡിക്കൽ ക്യാമ്പ് കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ? ആരെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, മെഡിക്കൽ ക്യാമ്പുകൾ എങ്ങനെയാണ് മെഡിക്കൽ ക്യാമ്പുകൾ പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും ക്യാമ്പൊക്കെ കണ്ടക്ട് ചെയ്യുക? പങ്കെടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്? ആ ക്യാമ്പില് പ്രധാനമായിട്ടും അതിന്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും? ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും. പിന്നെ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കില്ലേ, കുറെ ഡോക്ടേഴ്സ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു മേഖലയായിരിക്കും അല്ലെ, ഒരു ദിവസമായിരിക്കും. ഹെൽത്ത് പ്രൊഫഷണൽസ് കുറെ ആളുകൾ, ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇപ്പൊ നമ്മുടെ ഒരു ഐയുടെ ക്യാമ്പാണ് അല്ലെ, ഐ ക്യാമ്പ് ഒക്കെ ആണെങ്കിൽ ഐയുടെ മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ, അത് മറ്റു വിഭാഗങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുപോലെ ഡെന്റൽ ക്യാമ്പുകൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ വിഭാഗത്തെയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ആ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അതെ, ഫ്രീ സാമ്പിൾ മെഡിസിൻ, ശരിയാണ്, ഫ്രീ ആയിട്ട് സാമ്പിൾ മെഡിസിൻസ് ഒക്കെ തരും. അതുപോലെ എന്നിട്ട് ക്യാമ്പ് നടത്തുകയും ഇപ്പൊ ഒരു ഐ ക്യാമ്പിലേക്ക് നിങ്ങൾ പോയി വിചാരിക്കാം, പോയിട്ടുണ്ടോ ആരെങ്കിലും? ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മിസ് പറയുന്നതാണ് കേട്ടോ. ഐ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടോ? ഓക്കെ, പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ ചെയ്യുന്നു, അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യുന്നു, നമ്മുടെ നമ്പർ അനുസരിച്ച് അല്ലെ, ടോക്കൺ നമ്പർ അനുസരിച്ച് നമ്മുടെ കൺസൾട്ടേഷൻ എടുക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലെ, ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതില് ഭൂരിഭാഗം ആളുകൾക്കും എന്ത് പറയും അവര്? കണ്ണിന് പ്രശ്നം ഉണ്ടാവും അല്ലെ. അപ്പൊ ഭൂരിഭാഗം ആളുകൾക്കും കണ്ണിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവരെന്താ പറയാ? പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെന്താ പറയാ? അതെ, ഡീറ്റെയിൽഡ് ചെക്കപ്പിന് അവരുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും അല്ലെ. അത് തന്നെയാണ് അല്ലെ, പേഷ്യൻസിനെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാൻ, ശരിയാണ്, ആ ഹോസ്പിറ്റലിലേക്ക് വരാനാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ആ ഹോസ്പിറ്റലിനെ അവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ലേ? ഇല്ലേ, വേറെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോകരുതെന്ന് അവർ പറയാറുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നാൽ ഇതിന്റെ കണ്ടിന്യൂവേഷനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാം അല്ലെ, അങ്ങനെയാണ് പറയാ. അതുപോലെ ഇപ്പോ ഡെന്റൽ ആണെങ്കിലും അങ്ങനെ തന്നെ, ചിലർക്ക് മിക്കവർക്കും ഇങ്ങനെ പല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്പ് ഒക്കെ ഇടാനോ അല്ലെങ്കിൽ അത് അടയ്ക്കാൻ വേണ്ടിട്ടോ അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ റൂട്ട് കനാൽ പോലുള്ള പ്രൊസീജിയർ ഒക്കെ പുറമേ കഴിയുമ്പോൾ ഒരുപാട് പൈസയാവും. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഇന്നൊരു ദിവസം വിളിച്ച് അപ്പോയിന്റ്മെന്റുകൾ എടുത്ത് വരാണെങ്കിൽ ഇവിടുത്തെ ഈ പേപ്പറും ചീട്ടുകളും കൂടെ അത് പ്രിസ്ക്രിപ്ഷനും കൊണ്ട് പോയാല് ഫീസുകളൊക്കെ കിട്ടും. ശരിയാണ്, അതൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഇവരുടെ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലല്ലേ നമുക്ക് ഫീസുകളൊക്കെ കിട്ടൂ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? പോകും അല്ലെ. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവര് ചിലപ്പോ നമ്മളെ വിളിക്കുന്നത് ചിലപ്പോ എന്താണ്, അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ അവിടെ ചെല്ലുമ്പോ ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഫീസുകളോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല കേട്ടോ. അവിടേക്ക് എത്തിക്കാനുള്ള രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഈ പറയുന്ന മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുന്നത് അല്ലെ. നോക്കിയേ, ഇപ്പൊ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ദ പൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ, നോക്കിയേ, ദ പൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ OP, ഇതാണ് ഔട്ട് പേഷ്യന്റ് അല്ലെ. എപ്പോഴും ഒരു ഹോസ്പിറ്റലിന്റെ പൾസ് എന്ന് പറയുന്നത് അവിടുത്തെ ഔട്ട് പേഷ്യൻസ് അല്ലേ, അല്ലെ. ആ ഔട്ട് പേഷ്യൻസ് ആണ് അവിടെ വരുന്നത് ഭൂരിഭാഗം ആളുകളും എന്ന് പറയുന്നത് അല്ലെ. ആ ഔട്ട് പേഷ്യൻസിലാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ പൾസ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇരിപ്പിരിക്കുന്നത് എന്ന് പറയും അല്ലെ. നമ്മുടെ ഹൃദയമിടിപ്പ് പോലെ തന്നെ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി ആരാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് പേഷ്യൻസ് വിസിറ്റിംഗ് ദ ഹോസ്പിറ്റൽ ഓൺ എ ഡെയിലി ആവറേജ്, ദിവസേന അല്ലെ, ഒരു പ്രതിദിനം ശരാശരി ആശുപത്രി സന്ദർശിക്കുന്ന രോഗികളുടെ എണ്ണമാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ശരാശരി അവിടെ സന്ദർശിക്കുന്ന രോഗികളുടെ എണ്ണമല്ലേ ഔട്ട് പേഷ്യന്റ്? ആണോ? അവിടെ അഡ്മിറ്റ് ആളുകളുടെ എണ്ണമല്ല, അവിടെ സന്ദർശിച്ച് തിരിച്ചു പോവാണ് അവർ ചെയ്യുന്നത് അല്ലെ. ഔട്ട് പേഷ്യന്റ് അങ്ങനെയല്ലേ, അവിടെ സന്ദർശിക്കുന്ന ആ പേഷ്യൻസ് ഡെയിലി, അത് ഓരോ ദിവസത്തെയും പ്രതിദിന ശരാശരിയാണ്. അവിടെ ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രതിദിനം ശരാശരി ആ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നവരുടെ എണ്ണമാണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. If OP അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് is less normally, we can't urge the doctor to convert into inpatient. The patients who are admitted in the hospital. Inpatient ആരാണ്? Patients who are admitted in the hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ഇൻപേഷ്യന്റ് IP, അതെ, ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അഡ്മിറ്റ് ആയവരെയാണ്. ഇനി വന്നു പോകുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വന്നു പോകുന്നവരെ, വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നവരെ വിളിക്കുന്ന പേരെന്താണ്?
ഔട്ട് പേഷ്യന്റ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഒ പി ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇഫ് ഒ പി ഈസ് ലെസ് നോർമലി, അതായത് ഒരു സാധാരണ നിലയിലേക്കാൾ കുറവാണ് ഒരു ഔട്ട് പേഷ്യൻസ് ഉള്ളത് എങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ ആളുകളെ ഡോക്ടേഴ്സിനോട് അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ എന്താണ് ഇൻപേഷ്യന്റ് ആക്കാനായിട്ട് നമുക്ക് ഏർജ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്രേരിപ്പിക്കാൻ സാധിക്കില്ല. ചില ഹോസ്പിറ്റലുകളിൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നല്ല വശവും അല്ലാത്തതും നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ ചില ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ, ചില ഡോക്ടേഴ്സ് അങ്ങനെയാണ് നിർബന്ധിച്ച് നമ്മൾ അവിടെ അടുപ്പിക്കാം ഉണ്ടോ. ചില ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമുക്ക് വലിയ അത്ര രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും, എന്നാൽ പോലും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ കൂടുതലും അവരെ എന്ത് ചെയ്യാറുണ്ട്, അഡ്മിറ്റ് ആക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഒരു മെഡിക്കൽ ക്യാമ്പുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് who are admitted in the indirect way of approach for bringing in patient to the hospital is to conduct a medical camp. അപ്പൊ ചില സമയങ്ങളിൽ അവിടുത്തെ സർവീസുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ ചിലപ്പോ ഔട്ട് പേഷ്യൻസിന്റെ എണ്ണം ഒക്കെ വളരെ കുറവായിരിക്കും. സാധാരണഗതിയിൽ ചിലപ്പോ നോർമലിനേക്കാൾ അതെ ഒബ്സർവേഷൻ ശരിയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ കുറവായി വരുന്ന സമയം സാധാരണ നിലയിലേക്കാൾ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഡോക്ടേഴ്സിനോട് ഇങ്ങനെ ഒരു ഔട്ട് പേഷ്യൻസിന്റെ എണ്ണം സാധാരണ നിലയിൽ കുറവാണ്. ആ സമയത്ത് ആ ഹോസ്പിറ്റലുകാർക്ക് ഡോക്ടറോട് പറയാൻ പറ്റുമോ എല്ലാവരെയും ഇൻപേഷ്യന്റ് ആക്കാനായിട്ട്? പറയാൻ പറ്റുമോ? കാരണം ഒരു വലിയ കുഴപ്പമില്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഡോക്ടറിന് അതിന്റെ ഒരു പരിമിതി ഉണ്ട് അല്ലെ. അവർ ഇൻപേഷ്യൻസ് എന്തുകൊണ്ടാണ് അവർ ഇൻപേഷ്യൻസ് ആക്കണം എന്ന് പറയുന്നത്? അതിന്റെ കാരണം എന്താ? ഇൻപേഷ്യന്റ് ആക്കിയാൽ എന്താ ഗുണം? ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് നിൽക്കുന്നതാണോ ഇൻപേഷ്യന്റ് ആയിട്ട് നിൽക്കുന്നതാണോ ഹോസ്പിറ്റലിന് ഗുണം? ഇൻപേഷ്യന്റ് ആണ് അല്ലെ. അവർക്ക് പല പല ട്രീറ്റ്മെന്റുകളും ടെസ്റ്റുകളും ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഇൻപേഷ്യൻസ് ആവുന്നത് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇൻപേഷ്യൻസ് ആവാനായിട്ട് ഈ ഹോസ്പിറ്റലുകാർക്ക് ഇങ്ങനെ ഔട്ട് പേഷ്യന്റിന്റെ എണ്ണം സാധാരണ നിലയ്ക്ക് കുറവുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണല്ലോ അപ്പോ അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ പരോക്ഷമായ ഒരു രീതിയിലൂടെ ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകളെ ആ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്തു, പ്രത്യക്ഷ മാർഗത്തിലൂടെ തിരിച്ചെത്തിക്കാനുള്ള വഴിയാണ് ഒരു മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആളുകള് ഒരുപാട് പേര് ഒരു മെഡിക്കൽ ക്യാമ്പുകൾ ആ സമയത്തൊക്കെ ഇവർ സംഘടിപ്പിക്കുമ്പോ ആ ഓരോ ആഴ്ചയിലും മെഡിക്കൽ ക്യാമ്പുകൾ ഓരോ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ആ പറയുന്ന ആ ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന അടുത്ത ദിവസങ്ങളിൽ ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് വരും അല്ലെ ഹോസ്പിറ്റലിലേക്ക്. ഇല്ലേ, വരാറില്ലേ? നമുക്കൊരു കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം കിട്ടുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടേക്ക് പോവാനായിട്ട് ശ്രമിക്കും അല്ലെ. എത്ര പൈസ ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ ഉണ്ടാക്കി പോവാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് വരുമ്പോ ഒത്തിരി പേഷ്യൻസ് ഈ ഒരു അപ്രോച്ചിലൂടെ ഇവരൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സമീപനത്തിലൂടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് തിരികെ എത്തിക്കാൻ സാധിക്കുന്നു. അതാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു, ഇൻപേഷ്യന്റ് എന്താന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഔട്ട് പേഷ്യൻസിന്റെ എണ്ണം കൂടിയാലാണ് ഒരുപാട് ഇൻപേഷ്യൻസിനെ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇൻപേഷ്യൻസിനെ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇൻപേഷ്യന്റ് ആവണമെന്ന് ഔട്ട് പേഷ്യന്റ് എണ്ണം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോട് പറയാൻ സാധിക്കാതെ വരുമ്പോ അവിടെ ഔട്ട് പേഷ്യന്റ് എണ്ണം കൂട്ടാനായിട്ട് അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് അവർ ഒത്തിരി പേരെ ആ ഹോസ്പിറ്റലിലേക്ക് വരുത്താൻ വേണ്ടിയും ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? മെഡിക്കൽ ക്യാമ്പ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ 6 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു 2 എണ്ണം ഒരു 3 എണ്ണം കൂടി കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ബാക്കി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. സമയം കഴിയാറായി. ഓക്കെ, താങ്ക് യു.